റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യിൽ ആദ്യത്തെ വീട് വാങ്ങുന്നവരിൽ ബഡ്ജറ്റിനേക്കാൾ വലിയ മോർഗേജുകൾ എടുക്കുന്നവരുടെ എണ്ണം ഏറുന്നു. ശമ്പളം വർദ്ധിക്കുന്നതും അഫോർഡബിലിറ്റി ടെസ്റ്റുകൾ മയപ്പെടുന്നതുമാണ് മുൻപത്തെ അപേക്ഷിച്ച് ഉയർന്ന ബഡ്ജറ്റിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങാൻ ജനങ്ങൾക്ക് ശേഷി നൽകുന്നത്. സെപ്റ്റംബർ വരെയുള്ള വർഷത്തിൽ ആദ്യ വീട് വാങ്ങിയവർ എടുത്ത ശരാശരി കടം 2,10,800 പൗണ്ടാണെന്ന് പ്രോപ്പർട്ടി ഏജന്റുമാരായ സാവിൽസ് വ്യക്തമാക്കുന്നു. ഇത് റെക്കോർഡ് ഉയരത്തിലുള്ളതാണ്. ഹൌസിംഗ് മാർക്കറ്റിൽ നടന്ന 12 മാസത്തെ ഇടപാടുകളിൽ 20% ആദ്യത്തെ വീട് വാങ്ങിയവരാണ് നടത്തിയിട്ടുള്ളത്. 2007 മുതലുള്ള കണക്കുകൾ പ്രകാരം ഇത് ഏറ്റവും ഉയർന്ന നിലയിലാണ് താനും. ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഇഫക്റ്റ് കൂടുതലാണ്. ഈ വർഷം തലസ്ഥാനത്ത് നടത്തിയ വാങ്ങലുകളിൽ പകുതിയിൽ ഏറെയും ആദ്യത്തെ വീട് വാങ്ങിയവരുടെ വകയായിരുന്നുവെന്ന് എസ്റ്റേറ്റ് ഏജന്റ് ഹാംപ്ടൺസ് വെളിപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ആദ്യത്തെ വീട് വാങ്ങിയ 3,90,000 പേർക്കായി മോർഗേജ് ലെൻഡർമാർ 82.8 ബില്യൺ പൗണ്ട് ലോൺ നൽകിയെന്ന് സാവിൽസ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മുൻവർഷത്തേക്കാൾ 30% വർധന. പരമ്പരാഗത രീതി വിട്ട് ഫ്ളാറ്റിന് പകരം വീട് വാങ്ങുന്നതാണ് ആദ്യത്തെ വീട് വാങ്ങുന്നവരുടെ മോർഗേജിനെ വലിപ്പം കൂട്ടുന്നത്. കൂടാതെ ഇവരുടെ ശരാശരി പ്രായം ഇപ്പോൾ 34 വയസ്സാണ്. പ്രോപ്പർട്ടി വിപണിയിൽ ചുവടുവയ്ക്കുമ്പോഴേക്കും ഇവരിൽ 31% പേർക്കും കുട്ടികളുമുണ്ട്. വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ബ്രിട്ടനിൽ ശരാശരി ചോദിക്കുന്ന വിലയിൽ 2024 അപേക്ഷിച്ച് 2,059 പൗണ്ടിന്റെ കുറവുണ്ട്. ഡിസംബറിലെ ശരാശരി ചോദിക്കുന്ന വില 3,58,138 പൗണ്ടിലാണെന്ന് റൈറ്റ് മൂവും പറയുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ കോച്ച് സർവീസ് ദാതാക്കളായ നാഷണൽ എക്സ്പ്രസിന്റെ അംഗീകൃത കോച്ച് ഡ്രൈവറായി ബോൺമൌത്തിലെ മലയാളി നഴ്സ് കൊട്ടാരക്കര സ്വദേശിനിയായ സുഷ പ്രേംജിത്ത് ആണ് നഴ്സിംഗ് ജോലിക്കിടയിൽ സമയം കണ്ടെത്തി കഠിന പരിശീലനം പൂർത്തിയാക്കി ഡ്രൈവർ ലൈസൻസ് സ്വന്തമാക്കിയത്. കൊട്ടാരക്കരയിൽ KSRTC ഡ്രൈവറായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്നാണ് സുഷ ഈ നേട്ടം കൈവരിച്ചത്. സുഷയുടെ സഹോദരൻ ചെങ്ങന്നൂരിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ്. UK-യിലെ ഡ്രൈവിംഗ് രീതി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഇവിടെ ഒരു ബസ് ഓടിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. റോഡുകൾ, നിയമങ്ങൾ എല്ലാം കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ ഒരിക്കൽ പരിശീലനത്തിനിടെ ഒരു സ്ത്രീ താനൊരു സ്ത്രീ ആയതുകൊണ്ട് ബസ് ഓടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് സുഷയ്ക്ക് വലിയ പ്രചോദനമായി മാറുകയായിരുന്നു. അന്ന് ആ വാക്കുകൾ ഏറെ വേദനിപ്പിച്ചെങ്കിലും പിന്നീട് അത് പ്രചോദനമായി മാറി. പുരുഷന്മാർക്ക് കഴിയുമെങ്കിൽ സ്ത്രീകൾക്കും കഴിയുമെന്ന് ആത്മവിശ്വാസമാക്കി വളർത്തുകയായിരുന്നു സുഷ. ഒരേസമയം നഴ്സിംഗ് ജോലിയും ഡ്രൈവിംഗ് പരിശീലനവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു. നീണ്ട ആശുപത്രി ഷിഫ്റ്റുകൾക്ക് ശേഷമാണ് പലപ്പോഴും ഡ്രൈവിംഗ് പരിശീലനം നടത്തിയത്. തുടർന്ന് ജോലി സമയം ക്രമീകരിക്കുകയും ഒഴിവ് സമയം ഉണ്ടാക്കിയ പരിശീലനത്തിനായി സമയം കണ്ടെത്തുകയുമായിരുന്നു. ക്ഷമയോടെയുള്ള പഠനമാണ് സുഷയ്ക്ക് തുണയായി മാറിയത്. റോയൽ ബോൺമൌത്ത് ആശുപത്രിയിൽ നഴ്സായ സുഷ പ്രേംജിത്ത് 2005 കുവൈറ്റിൽ ജോലി ആരംഭിക്കുകയും 2020 UK-യിലേക്ക് എത്തുകയുമായിരുന്നു. 2023 മുതൽ ബോൺമൌത്തിലായാണ് കുടുംബസമേതം താമസിക്കുന്നത്. ഭർത്താവ് പ്രേംജിത്ത്, മക്കൾ അരുണിമ, അഭിനൻ. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജന്റ് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. മലയാളികൾ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങൾ ഇതിലുണ്ട്. ലൈസൻസ് പുതുക്കൽ പ്രായപരിധി നേരത്തെ 70 വയസ്സായിരുന്നത് 65 വയസ്സായി കുറച്ചു. 65 വയസ്സ് കഴിഞ്ഞാൽ ഓരോ 3 വർഷത്തിലൊരിക്കൽ ലൈസൻസ് പുതുക്കണം. മുൻപ് 10 വർഷമായിരുന്നു. കാഴ്ച പരിശോധനയിൽ 20 മീറ്റർ അകലെയുള്ള നമ്പർ പ്ലേറ്റ് വായിക്കുന്നത് മാത്രം ഇനി മതിയാകില്ല. അംഗീകൃത ഒപ്റ്റീഷ്യനിൽ നിന്നുള്ള ഔദ്യോഗിക കാഴ്ച പരിശോധന റിപ്പോർട്ട് നിർബന്ധമായിരിക്കണം. വാഹനം ഓടിക്കാൻ തടസ്സമാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെച്ചാൽ 1000 പൗണ്ട് വരെ പിഴ ലഭിക്കും. അതിനാൽ NHS-മായി ചേർന്ന് പരിശോധന കർശനമാക്കും. കാറ്റഗറി B ലൈസൻസ് ഉള്ളവർക്ക് 3.5 ടൺ വരെ മാത്രമായിരുന്ന ഭാരം വർധന പരിധി ഇലക്ട്രിക് വാനുകൾക്കായി 4.25 ടൺ വരെയാക്കി. ഡ്രൈവർക്ക് കുറഞ്ഞത് 21 വയസ്സും 2 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ഭാരം കണക്കിലെടുത്താണ് ഇളവ്. ലണ്ടൻ യാത്രയ്ക്കും നികുതിയിലും അധിക ചെലവ് വരും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന കൺജഷൻ ചാർജ് ഇളവ് ഡിസംബർ 25 മുതൽ അവസാനിക്കും. എല്ലാ വാഹനങ്ങൾക്കും ഫീസ് ബാധകമായിരിക്കും. 2025 ഏപ്രിൽ 1 മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി ബാധകം. 40,000 പൗണ്ടിന് മുകളിലുള്ള കാറുകൾക്ക് എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റ് നൽകണം. ഇന്ധന നികുതി നിരക്കുകളിൽ വർധനവില്ല. എന്നാൽ കമ്പനി കാർ ഉപയോഗിക്കുന്നവർക്ക് ബെനിഫിറ്റ് ഇൻ കൈൻഡ് ടാക്സിൽ 1% വർധനവും ഉണ്ടാകും. പുതിയ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 19-ാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്കും 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും പ്രവാസികൾക്കും ഇപ്പോൾ പേര് ചേർക്കുവാൻ അവസരം.
പുതിയ അപേക്ഷയിൽ SIR ഡിക്ലറേഷൻ രേഖപ്പെടുത്തേണ്ടതിനാൽ താഴെ പറയുന്ന രേഖകൾ നിർബന്ധമായും കരുതുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. വയസ്സ് തെളിയിക്കുന്ന രേഖ SLC, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട്, അതുമല്ലെങ്കിൽ പാൻ കാർഡ്. മേൽവിലാസം തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്, വിവാഹ സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിലേതെങ്കിലും. 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള വീട്ടിലെ അല്ലെങ്കിൽ അയൽവാസിയുടെ വോട്ടർ ID കാർഡ് നമ്പർ. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ വോട്ട് ചേർക്കുമ്പോൾ 2002 SIR വിവരങ്ങൾ നൽകണം. നിങ്ങളുടെ മാതാപിതാക്കൾ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്നത്തെ നിയോജക മണ്ഡലം, ബൂത്ത് നമ്പർ, ക്രമനമ്പർ, മറ്റു വിവരങ്ങൾ കൂടി കരുതണം. പ്രവാസികൾക്ക് ഇപ്പോൾ പ്രവാസി വോട്ട് ഫോം RA ചേർക്കാവുന്നതാണ് എന്നും അറിയിപ്പുണ്ട്. ഫോട്ടോ, വിസ കോപ്പി, പാസ്പോർട്ട് കോപ്പി, വോട്ടർ പട്ടികയിൽ വോട്ടുള്ള വീട്ടിലെ അല്ലെങ്കിൽ അയൽവാസിയുടെ വോട്ടർ ID നമ്പർ എന്നിവയാണ് ഇതിന് ആവശ്യമായി വരിക. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ 3ാം ഡിവിഷൻ ടീമായ ഗുവാഡാലജാരയെ 2-0 തോൽപ്പിച്ച് ബാഴ്സലോണ അവസാന 16 പ്രവേശിച്ചു. ആൻഡ്രിയാസ് ക്രിസ്റ്റൻസൻ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവർ നേടിയ വൈകിയുള്ള ഗോളുകളാണ് ബാഴ്സയ്ക്ക് വിജയം നേടിക്കൊടുത്തത്. പെഡ്രോ എസ്കാർട്ടിൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 80% സമയം പന്ത് കൈവശം വെച്ച് ആധിപത്യം പുലർത്തിയിട്ടും കറ്റാലൻ ടീം ഭൂരിഭാഗം സമയവും പ്രതിരോധത്തിലൂന്നിയ ഗുവാഡലജാരയുടെ പ്രതിരോധ നീക്കക്കാരെ മറികടക്കാൻ പ്രയാസപ്പെട്ടു. കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗുവാഡലജാര ഭീഷണി ഉയർത്തിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ ബാഴ്സലോണയുടെ നിലവാരം തിളങ്ങി നിന്നു. 77-ാം മിനിറ്റിൽ ഫ്രാങ്കി ഡിയോങ്ങിന്റെ വലതുവശത്തു നിന്നുള്ള ക്രോസിൽ ഉയർന്നു ചാടി ക്രിസ്റ്റൻസൻ ഹെഡ് ചെയ്തപ്പോൾ ജൂലിയോ മാർട്ടിനസിന്റെ ദേഹത്ത് തട്ടി പന്ത് വലയിൽ കയറി ബാഴ്സലോണ ലീഡ് നേടി. ഇഞ്ചുറി ടൈമിൽ ലാമിൻ യമാലിന്റെ മികച്ച ത്രൂ ബോളിൽ നിന്ന് പന്ത് സ്വീകരിച്ച റാഷ്ഫോർഡ് ഗോൾ കീപ്പർ ഡാനി വിസന്റയെ കട്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച ശേഷം പന്ത് വലയിലെത്തിച്ച് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.03 ഇന്ത്യൻ രൂപയാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.